നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ എയിംസ് വിഷയത്തിൽ തർക്കം മുറുകുന്നു. കേന്ദ്രമന്ത്രിയായ ശേഷം കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെത്തിയപ്പോഴായിരുന്നു എയിംസ് സംബന്ധിച്ച് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എയിംസ് കോഴിക്കോട് വേണമെന്ന കെ രാഘവൻ പിയുടെ ആവശ്യം സംബന്ധിച്ച ചോദ്യത്തിന് ആഗ്രഹിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. എയിംസ് എവിടെ വേണമെന്നതിൽ 2016 താൻ അഭിപ്രായം പറഞ്ഞതാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കെ രാഘവന് രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ടെന്നും വിമർശിച്ചു. വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കെ രാഘവൻ പി രംഗത്തെത്തി. സംസ്ഥാന സർക്കാരാണ് എയിംസിനായി കോഴിക്കോട് കിനാലൂരിൽ സ്ഥലം കണ്ടെത്തിയതെന്നും ഇതിൽ തനിക്ക് ഒരു ദുരുദ്ദേശവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കിനാലൂരിൽ എത്തിയിരുന്നു. അവർ തൃപ്തരാണ് എന്നാണ് മനസ്സിലായതെന്നും ഒരു ചർച്ച നടത്തി അത് നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്നും രാഘവൻ പറഞ്ഞു. കേരളത്തിൽ എയിംസ് എന്നത് 15 വർഷത്തിലധികമായി ചർച്ച ചെയ്യുന്നു. 150 ഏക്കർ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുത്തത്. സ്ഥലം ഒരു വിഷയമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കിനാലൂരിൽ സ്ഥലം കണ്ടെത്തിയത്. സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരുമായി ആലോചന നടത്തണം. അത് മറന്നേക്കൂ എന്ന ഏകപക്ഷീയമായ ഭാഷ ശരിയല്ല. എയിംസ് ചെറിയ വിഷയമല്ല. സുരേഷ് ഗോപി പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് എന്നറിയില്ല. അദ്ദേഹവുമായി ചർച്ച നടത്തും. കോഴിക്കോട് വന്ന് അത് മറന്നേക്കൂ എന്ന് പറയുന്നതായിരുന്നു രാഘവൻ കൂട്ടിച്ചേർത്തത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റയുടൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ് കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനം അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കേരളത്തിനായില്ല. പകരം കേരളത്തിലെ പിമാർ തങ്ങളുടെ മണ്ഡലത്തിലേക്ക് പദ്ധതി എത്തിക്കാൻ വടംവലി തുടങ്ങുകയായിരുന്നു. പെരുമ്പാവൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നും ഇതിനായി വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ട്രാവൻകൂർ റയോൺസ് കമ്പനി സ്ഥലം ഉപയോഗപ്പെടുത്തണമെന്നും കാണിച്ച് പുതിയ മന്ത്രിസഭയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ നിവേദനം BJP നൽകുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കേരളത്തിൽ നിന്നുള്ള പുതിയ മന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർക്കുമാണ് നിവേദനം നൽകിയത്. എയിംസ് പെരുമ്പാവൂരിൽ സ്ഥാപിച്ചാൽ അത് കേരളത്തിനും തമിഴ്നാടിനും ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും. പെരുമ്പാവൂർ ടൗണിലും പരിസര പ്രദേശങ്ങളുമായി അന്യസംസ്ഥാന തൊഴിലാളികളും സ്വദേശികളും അടക്കം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ വിവിധ ആശുപത്രികളിലോ തിരുവനന്തപുരം, കോട്ടയം, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ പോകേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. ഇതിന് ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് പൂട്ടിക്കിടക്കുന്ന റയോൺസ് കമ്പനി വളപ്പിൽ എയിംസ് സ്ഥാപിക്കുക എന്ന പുതിയ ആശയവുമായി പ്രദേശവാസികളും BJP പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയും രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിന്റെയും അയൽ സംസ്ഥാനങ്ങളുടെയും ആരോഗ്യപരമായ മുന്നേറ്റത്തിന് എയിംസ് പ്രയോജനപ്രദമെന്നാണ് നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എയിംസ് സ്ഥാപിച്ചാൽ കേരളത്തിൽ മുഴുവനായും തമിഴ്നാട്ടിൽ നിന്ന് ഭാഗികമായും രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കും. റയോൺസ് കോമ്പൗണ്ടിന്റെ വടക്കുവശം 1.5 കിലോമീറ്റർ നീളത്തിൽ പെരിയാറും ഉണ്ട്. അതുകൊണ്ട് തന്നെ സമൃദ്ധമായ ജലസമൃദ്ധിയും ശുദ്ധവായുമുള്ള പ്രദേശമാണിതെന്ന് നിവേദനത്തിൽ പറയുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളും സ്വദേശികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂർ മേഖലയിലെ സർക്കാർ ആശുപത്രികളിൽ വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഇല്ല. ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് റയോൺസ് കമ്പനി കോമ്പൗണ്ടിൽ എയിംസ് സ്ഥാപിക്കണമെന്ന നിവേദനം പുതിയ കേന്ദ്രമന്ത്രിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത്. 70 ഏക്കറോളം വരുന്ന റയോൺസ് കോമ്പൗണ്ട് ഉപയോഗപ്പെടുത്തി എയിംസ് സ്ഥാപിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മധ്യഭാഗത്ത് വിദഗ്ധ ചികിത്സ കിട്ടുവാൻ ഉപകരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് 225 കിലോമീറ്ററും മൂന്നാറിൽ നിന്ന് 93 കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് 270, കോയമ്പത്തൂരിൽ നിന്ന് 166, എറണാകുളത്ത് നിന്ന് 40, NH66 നിന്ന് 25 കിലോമീറ്ററും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്ററും ആലുവ മൂന്നാർ റോഡിൽ നിന്ന് 5, MC റോഡിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരമെന്നും നിവേദനത്തിൽ പറയുന്നു. പക്ഷേ ഇതോടെ എയിംസ് കോഴിക്കോടിന് സ്വപ്നം മാത്രമായി തുടരുമെന്ന ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയെ സ്ഥാനമേറ്റ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയാണ് ജില്ലയുടെ എയിംസ് മോഹത്തിനുമേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തുന്നത്. ബാലുശ്ശേരി കിനാലൂർ എസ്റ്റേറ്റിന്റെ സ്ഥലമാണ് സംസ്ഥാന സർക്കാർ എയിംസിനെ കണ്ടെത്തിയിരിക്കുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എയിംസ് കേരളത്തിൽ സ്ഥാപിക്കാനായി കഠിന ശ്രമം നടത്തുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി പക്ഷെ കിനാലൂരുടെ പാടെ തള്ളിക്കളയുകയായിരുന്നു. 2016 MP ആയതിനു ശേഷം നിർദ്ദേശിച്ച സ്ഥലം പലതവണ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. ടൂറിസത്തിനും പ്രയോജനപ്പെടുന്ന സ്ഥലമാണ് നിർദ്ദേശിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ സുരേഷ് ഗോപി പറയുന്നതുപോലെ കേരളത്തിൽ എവിടെയാണ് ഇത്രയധികം സ്ഥലം കിട്ടാനുള്ളതെന്ന് കെ രാഘവൻ MP ചോദിക്കുന്നു. കിനാലൂരിലാണ് സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയത്. 150 ഏക്കർ ഏറ്റെടുത്തു. ബാക്കി ഭൂമിയും ഏറ്റെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് കെ രാഘവൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.